അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മനസ്സിനും ആത്മാവിനും ശാന്തതയേകുന്ന തുമൈനീന 30 ഡേയ്സ് മെൻ്റൽ പീസ് ചാലഞ്ചിൻ്റെ 11ാം ദിവസമാണിത്. കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ കാല ഓർമ്മകളിൽ നിന്ന് എങ്ങനെ മോചനം തേടാം എന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള ഒരു വലിയ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. ടോക്സിക് അല്ലെങ്കിൽ നെഗറ്റീവ് മനുഷ്യർ. നമ്മൾ എന്ത് ചെയ്താലും കുറ്റം പറയുന്നവർ, നമ്മളെപ്പോഴും തരം താഴ്ത്തി സംസാരിക്കുന്നവർ, നമ്മുടെ പോസിറ്റീവ് എനർജി മുഴുവൻ ചോർത്തിക്കളയുന്നവർ. അത് ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാകാം, അതല്ലെങ്കിൽ സഹപ്രവർത്തകരാകാം, അതുമല്ലെങ്കിൽ സ്വന്തം ബന്ധുക്കളാകാം. ഒരു ട്രെയിനർ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ഒരു പാത്രത്തിലെ നല്ല പാലിലേക്ക് ഒരു തുള്ളി വിഷം വീണാൽ ആ പാത്രത്തിലെ പാൽ മുഴുവനും കേടാകും. അതുപോലെയാണ് ടോക്സിക് ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇവരെങ്ങനെ സൈക്കോളജിക്കായും ഇസ്ലാമികമായും നേരിടാമെന്ന് 5 അത്ഭുത വഴിയിലൂടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അതിനു മുന്നോടിയായിട്ട് ടോക്സിക് ആളുടെ സൈക്കോളജി എന്താണെന്ന് നമുക്ക് നോക്കാം. സൈക്കോളജിയിൽ നെഗറ്റീവ് ആളുകളെ എനർജി വാമ്പയേഴ്സ് എന്ന് പറയും. കാരണം ഇവർക്കൊപ്പം അല്പസമയം ചിലവഴിച്ചാൽ നമ്മുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടും. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, എപ്പോഴും ഇരവാദം ഉന്നയിക്കുക, മറ്റുള്ളവരുടെ വിജയങ്ങളിൽ അസൂയപ്പെടുക എന്നിവ ഇവരുടെ പ്രധാന ലക്ഷണങ്ങളാണ്. ഇസ്ലാം ഇത്തരം ആളുകളോട് എങ്ങനെ പെരുമാറണമെന്നാണ് പഠിപ്പിക്കുന്നത്. ഖുർആൻ വളരെ മനോഹരമായി ഒരു വഴി കാണിച്ചു തരുന്നുണ്ട്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനം വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. പരമകാരുണികനായ അള്ളാഹുവിൻ്റെ ദാസന്മാർ ഭൂമിയിൽ വിനയത്തോടെയും ശാന്തതയോടെയും നടക്കുന്നു. അജ്ഞാനികൾ അവരോട് മോശമായി സംസാരിക്കുമ്പോൾ അവർ സമാധാനപരമായ വാക്കുകളാണ് പറയുന്നത്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരുടെ ആദ്യത്തെ 2 ഗുണങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തേത് വിനയം. അവർ അഹങ്കാരത്തോടെയല്ല, താഴ്മയോടെയും മാന്യതയോടെയുമാണ് ജീവിക്കുന്നത്. രണ്ടാമത്തേത് സമാധാനപരമായ പ്രതികരണം. അജ്ഞാനികൾ പ്രകോപിച്ചാലും അവർ തർക്കിക്കുകയോ മോശമായി മറുപടി പറയുകയോ ചെയ്യുന്നില്ല. അതിനു പകരം സമാധാനവും മാന്യതയും നിറഞ്ഞ വാക്കുകളാണ് പറയുന്നുള്ളത്. അതുകൊണ്ട് തർക്കിക്കാൻ വരുന്നവരോട് നെഗറ്റിവിറ്റി പരത്തുന്നതോടോ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാനോ അല്ല, മറിച്ച് അവരിൽ നിന്ന് മാന്യമായ അകലം പാലിക്കാനാണ് ഇസ്ലാം നമ്മോട് പറയുന്നത്. അത് എങ്ങനെ പ്രായോഗികമാക്കാമെന്ന് നമുക്ക് നോക്കാം. നെഗറ്റീവ് ആളുകളെ നേരിടാനുള്ള 5 പ്രധാന വഴികൾ. ഒന്നാമത്തേത്, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക. എന്നാൽ നിങ്ങളുടെ സമാധാനം കളഞ്ഞ് അവരെ സഹിക്കുക എന്നല്ല അർത്ഥം. സൈക്കോളജിയിൽ ഇതിനെ സെറ്റിംഗ് പേഴ്സണൽ ബൗണ്ടറീസ് എന്ന് പറയും. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് അനാവശ്യമായി ഇടപെടാൻ ആർക്കും അനുവാദം നൽകരുത്. അവരുടെ നെഗറ്റീവ് സംസാരങ്ങൾ അതിരുകടക്കുമ്പോൾ മാന്യമായി എന്നാൽ കർശനമായി എനിക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ശീലിക്കുക. നോ എന്ന് പറയേണ്ട ഇടങ്ങളിൽ അത് നോ തന്നെ പറഞ്ഞ് ശീലിക്കുക. രണ്ടാമത്തെ കാര്യം, പ്രതികരിക്കാതിരിക്കുക. ഡോണ്ട് റിയാക്ട്, ജസ്റ്റ് റെസ്പോണ്ട്. ടോക്സിക്കായ ആളുകൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾ ദേഷ്യപ്പെടാനും അവരോട് വഴക്കിടാനുമാണ്. നിങ്ങൾ തിരിച്ച് ദേഷ്യപ്പെടുമ്പോൾ അവർ വിജയിക്കുകയാണ് ചെയ്യുന്നത്. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഗുസ്തിയിൽ ജയിക്കുന്നവനല്ല യഥാർത്ഥ ശക്തൻ, മറിച്ച് ദേഷ്യം വരുമ്പോൾ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ് എന്നാണ്. അവരിലേക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ വിട്ടുകൊടുക്കരുത്. അവർ എന്തു പറഞ്ഞാലും പുഞ്ചിരിയോടെ കേൾക്കുക. മറുപടി കൊടുത്ത് നിങ്ങളുടെ സമയം കളയാതിരിക്കുക. ഈ മൂന്നാമത്തെ കാര്യം എന്തെന്നാൽ സലാം പറഞ്ഞ് മാറുക. ദ ആർട്ട് ഓഫ് ഇഗ്നോറിങ് എന്ന് പറയും. എല്ലാ കാര്യത്തിലും നമ്മുടെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഖുർആനിൽ ലുഖ്മാൻ നബി മകന് നൽകുന്ന ഉപദേശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വലാ തുസഇറ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മറഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ജനങ്ങളോട് നിന്റെ മുഖം തിരിക്കരുത്, അഹങ്കാരത്തോടെ അവഗണിക്കരുത്, ഭൂമിയിൽ അഹങ്കാരത്തോടെ നടക്കുകയും ചെയ്യരുത്.
തീർച്ചയായും അള്ളാഹു അഹങ്കാരിയും പൊങ്ങച്ചക്കാരെയും ആരെയും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഈ ആയത്തിൽ ലുക്മാൻ തൻ്റെ മകനോട് ജീവിതത്തിലെ പ്രധാനപ്പെട്ട സ്വഭാവ പാഠമാണ് നൽകുന്നുള്ളത്. അഹങ്കാരത്തോടെ ആളുകളെ അവഗണിക്കരുത്. പൊങ്ങച്ചത്തോടെയോ ഗർവത്തോടെയോ ജീവിക്കരുത്. വിനയമാണ് ഒരു വിശ്വാസിയുടെ അലങ്കാരം എന്നുള്ളത്. അള്ളാഹു സമ്പത്തോ സ്ഥാനമോ സൗന്ദര്യമോ അല്ല നോക്കുന്നത്, മറിച്ച് ഹൃദയത്തിലെ വിനയവും നല്ല സ്വഭാവമാണ് അവൻ്റെ പ്രിയം. വിനയം മനുഷ്യനെ ജനങ്ങളുടെ ഹൃദയത്തിലേക്കും അള്ളാഹുവിൻ്റെ പ്രീതിയിലേക്കും എത്തിക്കുന്നു. അഹങ്കാരം രണ്ടിലും നിന്ന് അകറ്റി നിർത്തുന്നു. എന്നാൽ അനാവശ്യമായ പരിഹാസങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കുക. ഒരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ ഒരാൾ നെഗറ്റിവിറ്റി മാത്രം സംസാരിക്കുകയാണെങ്കിൽ ഒരു തർക്കത്തിന് നിൽക്കാതെ ശരി ഇൻഷാ അള്ളാ പിന്നീട് കാണാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. 4ാമത്തെ കാര്യം, നിങ്ങളുടെ സർക്കിൾ മാറ്റുക. ചൂസ് യുവർ ട്രൈബ് വൈസ്ലി. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല കൂട്ടുകാരെയും ചീത്ത കൂട്ടുകാരെയും ഉപമിച്ചത് കസ്തൂരി വിൽക്കുന്നവനോടും ഉല ഊതുന്ന കൊല്ലനോടുമാണ്. കസ്തൂരി വിൽക്കുന്നവൻ്റെ അടുത്തു നിന്ന് നല്ല മണമേ ലഭിക്കുകയുള്ളൂ. നിങ്ങളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന, നന്മയിലേക്ക് നയിക്കുന്ന, പോസിറ്റീവ് ചിന്താഗതിയുള്ള ആളുകളുമായി കൂടുതൽ സമയം ചിലവഴിക്കുക. നിങ്ങളെ തളർത്തുന്നവരുമായുള്ള സൗഹൃദം പതുക്കെ കുറച്ചു കൊണ്ടുവരിക. ഇനി 5ാമത്തെ കാര്യം, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പ്രേ ഫോർ ദം ആൻഡ് ദെയർ ഗൈഡൻസ്. നിങ്ങളെ വേദനിപ്പിക്കുന്ന ആളുകളോട് ഉള്ളിൽ വെറുപ്പ് വെച്ചാൽ അത് നിങ്ങളുടെ ഹൃദയത്തെയാണ് കറുപ്പിക്കുന്നത്. അതുകൊണ്ട് ഒടുവിലത്തെ വഴിയായി അവരോടുള്ള വെറുപ്പ് മാറ്റാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. പടച്ചവനെ, അവർക്ക് നീ നല്ല ബുദ്ധി നൽകണമേ, അവരുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി നീ മാറ്റണമേ. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ കല്ലെറിഞ്ഞ പരിക്കേൽപ്പിച്ച് തായിഫുകാരോട് പ്രതികാരം ചെയ്യാതെ അവർക്ക് ഹിദായത്തിനു വേണ്ടി പ്രാർത്ഥിച്ച ചരിത്രം നമ്മൾ മറക്കരുത്. ഈ ചിന്ത നിങ്ങളുടെ മനസ്സിനെ ഒരു വലിയ കടൽ പോലെ വിശാലമാക്കും. ഇതിലൂടെ ഇന്നത്തെ നിങ്ങളുടെ തുമൈനീന ചാലഞ്ച് ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത നെഗറ്റിവിറ്റി തരുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സോഷ്യൽ മീഡിയ പേജുകളെ കണ്ടെത്തുക. ഇന്ന് തന്നെ ആ പേജുകളെ അൺഫോളോ ചെയ്യുക. ഇനി ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കാൻ വരുമ്പോൾ തർക്കിക്കാൻ നിൽക്കാതെ ഒരു പുഞ്ചിരിയോടെ സലാം പറഞ്ഞ് അവിടെ നിന്ന് മാറുക. മാറ്റം ഇന്ന് തന്നെ തുടങ്ങട്ടെ. അവസാനമായി പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സ് ഒരു മനോഹരമായ തോട്ടമാണ്. അതിലേക്ക് ആര് നെഗറ്റിവിറ്റിയുടെ മാലിന്യങ്ങൾ തള്ളാൻ വന്നാലും അത് അനുവദിക്കരുത്. നല്ല ചിന്തകൾ കൊണ്ട് ആ തോട്ടത്തെ സംരക്ഷിക്കുക. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിൻ്റെ ഈ യാത്രയിലൂടെ നമ്മൾ നമ്മുടെ മനസ്സിനെ ചുറ്റും ശക്തമായ ഒരു കോട്ട കെട്ടുകയാണ്. നാളെ തുമൈനീന സീരീസിൻ്റെ 12ാമത്തെ ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.